Page number 221, 6th lesson, the desert land. The desert land. Listen. A desert is a region which receives less than 25 centimeter of rainfall in a year. All the hot deserts are located near the tropics. A desert is a region. The desert it is a region which receives less than 25 centimeter of rainfall in a year. ഒരു വർഷത്തിലെ 25 സെന്റിമീറ്ററിൽ കുറഞ്ഞ മഴയുള്ള സ്ഥലത്തിനാണ് നമ്മൾ എന്ത് പറയാ? ഡെസേർട്ട് എന്ന് പറയാ. അല്ലെ? അപ്പൊ ഡെസേർട്ടിൽ എപ്പോഴും മഴ കുറവായിരിക്കും അല്ലെ? അപ്പൊ 25 സെന്റിമീറ്ററിൽ കുറവ് മഴ ലഭിക്കുന്ന ഏരിയയിലാണ് നമ്മൾ ഡെസേർട്ട് എന്ന് പറയാം. All the hot deserts are located near the tropics. അതായത് ചൂടുള്ള ഈ ഹോട്ട് ഡെസേർട്ട് ഒക്കെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ട്രോപ്പിക്സിനോട് ചേർന്നായിരിക്കും. All hot deserts are located near the tropics. ഇപ്പൊ ഡെസേർട്ട് എന്ന് പറഞ്ഞത് ഡെസേർട്ട് is a region which receives less than 25 centimeter of rainfall in a year. ഒരു വർഷത്തിൽ 25 സെന്റിമീറ്റർ കുറഞ്ഞ മഴ ലഭിക്കുന്ന ഏരിയനെയാണ് നമ്മൾ ഡെസേർട്ട് എന്ന് പറയാം. Okay. Yes. Appo all the hot desert located near the tropics. Tropics node ചേർന്നായിരിക്കും ഈ hot deserts ഒക്കെ locate ചെയ്തിട്ടുള്ളത്. Listen, deserts are those areas in which the winds do not blow in from the sea but from the interior of a continent. All the main desert areas are under the influence of dry winds are called trade winds. Deserts are those areas in which the winds do not blow in from the sea. അതായത് കടലിൽ നിന്ന് കാറ്റ് വീശുവോ ഡെസേർട്ടിലേക്ക്? ഇല്ല, അവിടെ എന്തില്ല? കടലില്ല. ബട്ട് ഫ്രം ദ ഇന്റീരിയർ ഓഫ് ദ കോണ്ടിനെന്റ്. എവിടെ നിന്നാണ്? കോണ്ടിനെന്റിന്റെ ഉള്ളിൽ നിന്നാണ്, ഇന്റീരിയർ ഓഫ് ദ കോണ്ടിനെന്റിൽ നിന്നാണ് കാറ്റ് വീശുക. അതായത് കടലിൽ നിന്നല്ല അങ്ങോട്ടേക്ക് കാറ്റ് വീശുന്നത്. All the main desert areas are under the influence of dry winds. അപ്പൊ മെയിൻ ഡെസേർട്ടിലൊക്കെ എപ്പോഴും എന്തായിരിക്കും? അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഡ്രൈ വിൻസ്. അവിടെ ചൂടുള്ള കാറ്റാണ് വീശുക അല്ലെ? തണുത്ത കാറ്റാണോ ഡെസേർട്ടിൽ വീശുക? അല്ല, ചൂടുള്ള കാറ്റ്. ഇതിന് നമ്മളൊരു പേര് പറയാം. എന്താ അറിയോ? ട്രേഡ് വിൻസ്. എന്താ പറയാ? ട്രേഡ് വിൻസ്. All the main desert areas are under the influence of dry winds. These are called ട്രേഡ് വിൻസ്. അതായത് മരുഭൂമിയിൽ വീശുന്ന കാറ്റ് എപ്പോഴും ഡ്രൈ വിൻസ് ആയിരിക്കും, നല്ല ചൂടുള്ള കാറ്റായിരിക്കും. അതിന് നമ്മൾ എന്ത് പേര് പറയും? ട്രേഡ് വിൻസ് എന്ന് പറയും. ഓക്കെ, ഇത്രയും മനസ്സിലായോ? third paragraph. The word desert makes us think of vast stretches of sand and camels. But actually, such sandy deserts are not very common. We find them in parts of the Sahara and in the Death Valley of Colorado, USA. They are not flat like the plains, but have a lot of sand dunes. These dunes are not stationary. The strong desert winds keep shifting them from one place to another. ശ്രദ്ധിക്കുക, എന്താ നമുക്ക് വേർഡ് ഡെസേർട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും എന്താ ഓർമ്മ വരിക? മണല് അല്ലെങ്കിൽ ക്യാമലിനെയാണ് എപ്പോഴും നമുക്ക് ഓർമ്മ വരിക അല്ലെ? മരുഭൂമി എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ഓർമ്മിക്കുന്ന ഒട്ടകത്തെയും അതുപോലെ മണലൊക്കെയാണ് നമുക്ക് ഓർമ്മ വരിക. ബട്ട് ആക്ച്വലി ദ സാൻഡി ഡെസേർട്സ് ആർ നോട്ട് വെരി കോമൺ. അതായത് സാൻഡി ഡെസേർട്സ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് കാണാൻ സാധിക്കുന്നതല്ല. ഇനി വി ഫൈൻഡ് ദം ഇൻ പാർട്സ് ഓഫ് ദ സഹാറ ആൻഡ് ഇൻ ദ ഡെത്ത് വാലി ഓഫ് കോളറാഡോ, USA. അതായത് സഹാറ മരുഭൂമിയിലും USA കോളറാഡോ മരുഭൂമിയിലാണ് എന്ത് കാണാൻ പറ്റുക? നമുക്ക് സാൻഡി ഡെസേർട്സ് കാണാൻ പറ്റുക. മനസ്സിലായോ? സാൻഡി ഡെസേർട്സ് ആർ നോട്ട് വെരി കോമൺ. We can find this in Colorado in USA and Sahara Desert. Okay. മനസ്സിലായിട്ടില്ല മിസ്സേ. ഞാൻ എടുക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. എന്താ ക്ലാസ് കയറാൻ ലേറ്റ് ആകുന്നത്? ഞാൻ എപ്പോഴും പറയാറില്ലേ, ക്ലാസ് തുടങ്ങുന്നതിന്റെ ഒരു 2-3 മിനിറ്റ് മുമ്പേ ജോയിൻ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പൊ മിസ് ഒന്നും കൂടെ അത് പറയാം. മുഹമ്മദ് ഇപ്പൊ കേൾക്ക്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് സാൻഡി ഡെസേർട്സ് ആർ നോട്ട് ഇൻ കോമൺ. We can see it in Death Valley of Colorado, USA and Sahara Desert. Okay.
ഇനി they are not flat like the plains. അതായത് സഹാറ ഡെസേർട്ട് അല്ലെങ്കിൽ ഡെത്ത് വാലി ഓഫ് കൊളറാഡോ എന്തല്ല, പ്ലെയിൻസ് പോലെ അല്ല, അല്ലെ, ഫ്ലാറ്റ് അല്ല. അതിവിടെ എന്തുണ്ട്, നോട്ട് ലൈക്ക് ഫ്ലാറ്റ് ലൈക്ക് ദ പ്ലെയിൻസ് ബട്ട് ഹാവ് എ ലോട്ട് ഓഫ് സാൻഡ് ഡ്യൂൺസ്. ഇവിടെ എന്ത് കാണാൻ പറ്റും, സാൻഡ് ഡ്യൂൺസ്. എന്താ മക്കളെ സാൻഡ് ഡ്യൂൺസ് എന്ന് പറഞ്ഞാല്? മണൽ തിട്ടകൾ അല്ലെ, മണ്ണ് കൊണ്ടുള്ള ഡ്യൂൺസ്, സാൻഡ് ഡ്യൂൺസ് കാണാൻ പറ്റും. അത് എപ്പോഴും എന്തല്ല, ഫ്ലാറ്റ് അല്ല, അല്ലെ, നോട്ട് ലൈക്ക് ഫ്ലാറ്റ് പ്ലെയിൻസ് ബട്ട് ഇറ്റ് ഹാവ് എ ലോട്ട് ഓഫ് സാൻഡ് ഡ്യൂൺസ് ആർ ദർ. അവിടെ സാൻഡ് ഡ്യൂൺസ് കാണപ്പെടാം, അവിടെ എപ്പോഴും ഫ്ലാറ്റ് അല്ല. ഇനി ദീസ് ഡ്യൂൺസ് ആർ നോട്ട് സ്റ്റേഷനറി. എന്താ സ്റ്റേഷനറി അല്ലാന്ന്? ഇത് സ്ഥിരമായി നിൽക്കുവോ? ഒരു സ്ഥലത്ത് തന്നെ ഈ മണൽത്തിട്ട് നിൽക്കുവോ? ഈ സാൻഡ് ഡ്യൂൺസ് എപ്പോഴും പെർമനന്റ് ആയി നിൽക്കുന്നതല്ല. എന്ത് സംഭവിക്കും? ദ സ്ട്രോങ് ഡെസേർട്ട് വിൻഡ് കീപ്സ് ഷിഫ്റ്റിംഗ് ദം ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതായത് ഇവിടെ കാണുന്ന ഇവിടെ ഇത് ഫ്ലാറ്റ് അല്ല എന്ന് നമ്മൾ പറഞ്ഞു, ഈ മരുഭൂമി ഫ്ലാറ്റ് അല്ല. അവിടെ നമുക്ക് ഹാവ് എ ലോട്ട് ഓഫ് സാൻഡ് ഡ്യൂൺസ് ആർ ദർ. ദീസ് സാൻഡ് ഡ്യൂൺസ് ആർ സ്റ്റേഷനറി. എന്തല്ലാതെ, പെർമനന്റ് അല്ല, അല്ലെ? ഈ സാൻഡ് ഡ്യൂൺസ് ഒരിക്കലും പെർമനന്റ് അല്ല. അതെന്ത് ചെയ്യും? മാറിക്കൊണ്ടേയിരിക്കും. ശക്തമായ കാറ്റ് വരുമ്പം, ശക്തമായ കാറ്റ് വീശുമ്പോ എന്ത് ചെയ്യും? ഈ മണല് പാറിപ്പോവും, അല്ലെ? ഈ സാൻഡ് ഡ്യൂൺസിന് പാറി, ഈ സാൻഡ് ഡ്യൂൺസ് ഒക്കെ പാറി എന്ത് ചെയ്യും? മറ്റൊരു സ്ഥലത്തേക്ക് മാറും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അതിനെ മൂവ് ചെയ്യും. മനസ്സിലായോ? ഈ സാൻഡ് ഡ്യൂൺസ് എന്ന് പറയുന്നത്, മണൽ കൂമ്പാരം എന്ന് പറയുന്നത് പെർമനന്റ് അല്ല. ശക്തമായ കാറ്റ് വീശുമ്പോ അതിനെ എന്ത് ചെയ്യും? മാറ്റം സംഭവിക്കും, അല്ലെ? ഇത് മൂവ് ചെയ്യും. These sands are moved from one place to another due to the movement of wind. Okay. Next one, Saudi Arabia is a typical desert region. Saudi Arabia എന്ന് പറയുന്നത് ഒരു typical desert ആണ്, occupying most of the Arabian Peninsula. It lies between the Red Sea and the Persian Gulf. It is bordered by Jordan, Iraq, Kuwait, Qatar, United Arab Emirates, Oman and the Democratic Republic of Yemen. The Tropic of Cancer passes through Saudi Arabia. നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ ഏതാണ്? സഹാറ അല്ലെങ്കിൽ സഹാറ. അതുപോലെ ഡെത്ത് വാലി ഓഫ് കൊളറാഡോ. കൊളറാഡോ എവിടെയാണ്? USA. അതവിടെ എന്താണ്? ഈ സഹാറ എന്തല്ല, ഫ്ലാറ്റ് അല്ല. അവിടെ എന്തുണ്ട്? സാൻഡ് ഡ്യൂൺസ് ഉണ്ട്. ഈ സാൻഡ് ഡ്യൂൺസ് എപ്പോഴും പെർമനന്റ് ആണോ? പെർമനന്റ് ആയ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുവോ? ഇല്ല. അതെന്ത് ചെയ്യും? കാറ്റ് വരുമ്പോ ആ മണല് പറത്തിക്കൊണ്ടുപോയി വേറൊരു സ്ഥലത്തേക്ക് നിക്ഷേപിക്കും. അതുകൊണ്ട് അവിടെയുള്ള സാൻഡ് ഡ്യൂൺസ് പെർമനന്റ് അല്ല. ഇനി നമ്മൾ പറഞ്ഞ സൗദി അറേബ്യ. സൗദി അറേബ്യ എന്ന് പറയുന്ന ടിപ്പിക്കൽ ഡെസേർട്ട് ആണ്. ടിപ്പിക്കൽ ഡെസേർട്ട് ആണ്, occupying most of the Arabian Peninsula. കൂടുതൽ അറേബ്യൻ പെനിൻസുലുള്ള ഒരു ടിപ്പിക്കൽ ഡെസേർട്ട് ആണ് സൗദി അറേബ്യ. ഈ സൗദി അറേബ്യ എവിടെയാ സ്ഥിതി ചെയ്യുന്നത് നോക്ക്. ഇറ്റ് ലൈസ് ബിറ്റ്വീൻ റെഡ് സീ ആൻഡ് ദ പേർഷ്യൻ ഗൾഫ്. പേർഷ്യൻ ഗൾഫിനും റെഡ് സീയുടെയും ഇടയിലാണ് ഏതുള്ളത്? നമ്മുടെ സൗദി അറേബ്യ ഉള്ളത്. മനസ്സിലായോ? സൗദി അറേബ്യ is a desert. It lies between Red Sea and Persian Gulf. പേർഷ്യൻ ഗൾഫിനും റെഡ് സീക്കും ഇടയിലാണ് നമ്മുടെ സൗദി അറേബ്യ എന്ന ഒരു ഡെസേർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇറ്റ് ഈസ് ബോർഡേഡ് ബൈ, ഇതിന്റെ ബോർഡർ ഏതൊക്കെയാ? ജോർദൻ, ഇറാഖ്, കുവൈറ്റ്, ഖത്തർ, ദ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഒമാൻ, ദ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് യമീൻ. This Saudi Arabia is a typical desert. It is located between Red Sea and Persian Gulf. അല്ലേ? It is bordered by the Saudi Arabia desert, bordered by Iraq, Kuwait, Qatar, United Arab Emirates, Oman, Democratic Republic of Yemen. ഇതൊക്കെ ഇതിന്റെയൊക്കെ അതിര്. ഇനി ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ? ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്താന്നൊക്കെ പഠിച്ചില്ലേ? ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഒക്കെ പഠിച്ചല്ലേ? ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത് സൗദി അറേബ്യയിലൂടെയാണ്. മനസ്സിലായോ? അപ്പൊ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത് സൗദി അറേബ്യയിലൂടെയാണ്. ഇത്രയും മനസ്സിലായോ മക്കളെ? മുഹമ്മദെ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ, മിസ് ഒന്നുകൂടെ പറയുന്നുണ്ട്. ഇപ്പൊ എടുത്തത്രയും ഡെസേർട്ട് എന്ന് പറയുന്നത്, ഡെസേർട്ട് ഈസ് എ റീജിയൻ വിച്ച് റിസീവ് ലെസ് ദാൻ 25 സെന്റിമീറ്റർ റെയിൻഫോൾ ഇൻ എ ഇയർ. ഒരു വർഷത്തിലെ 25 സെന്റിമീറ്റർ കുറഞ്ഞ മഴ ലഭിക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ ഡെസേർട്ട് എന്ന് പറയാ. ഹോട്ട് ഡെസേർട്ട് ഒക്കെ ഹോട്ട് ഡെസേർട്ട് ആർ ലൊക്കേറ്റഡ് നിയർ ദ ട്രോപ്പിക്സ്. ട്രോപ്പിക്സിനോട് ചേർന്നായിരിക്കും ഹോട്ട് ഡെസേർട്ട് ഒക്കെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്.
പിന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് ഡെസേർട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ് ക്യാമൽസ് അല്ലെങ്കിൽ സാൻഡ് ആണ് അല്ലെ? സാൻഡും ക്യാമൽസ് ഒക്കെയാണ്. നമുക്കറിയാം ക്യാമലാണ് അവിടെ കൂടുതലായി കാണുന്ന മൃഗം. പിന്നെ അവിടെ ഒരുപാട് ഈ നമ്മുടെ all the main desert area under the influence of dry winds. അവിടെ ഡ്രൈ വിൻഡ്സ് ആണ് വീശുക. കാറ്റ് ഡ്രൈ ആണ്, അവിടുത്തെ കാറ്റ് ഡ്രൈ ആണ്. ആ കാറ്റിന് പറയുന്ന പേരാണ് ട്രേഡ് വിൻഡ്സ്. മനസ്സിലായോ? എന്താ മരുഭൂമിയിൽ കാണുന്ന ഡ്രൈ വിൻഡ്സിന് പറയുന്ന പേരെന്താ? ട്രേഡ് വിൻഡ്സ്. പിന്നെ നമ്മൾ പറഞ്ഞു പിന്നെ അതിലെന്താ പറഞ്ഞത്? സഹാറ ആൻഡ് ഡെത്ത് വാലി ഓഫ് കൊളറാഡോ, USA. These are the desert. It is not like a plain. അതായത് പ്ലെയിൻ അല്ല, ഫ്ലാറ്റ് അല്ല. പക്ഷെ ഇവിടെ എന്തുണ്ട്? ഹാവ് എ ലോട്ട് ഓഫ് സാൻഡ് ഡ്യൂൺസ് ആർ ദർ. സാൻഡ് ഡ്യൂൺസ് ആർ സ്റ്റേഷനറി, അതായത് പെർമനന്റ് അല്ല. നല്ല ശക്തമായ കാറ്റ് വീശുമ്പോൾ ഈ സാൻഡ് ഡ്യൂൺസ്, ഈ മലകളൊക്കെ എന്ത് ചെയ്യും? പറന്നു പോകും അല്ലെ? പറന്നു പോകും. പിന്നെ നമ്മൾ പറഞ്ഞത് സൗദി അറേബ്യ ആണ്. സൗദി അറേബ്യ is another desert. It is a typical desert. Saudi Arabia is a typical desert. It lies between Red Sea and Persian Gulf. Persian Gulfിനും റെഡ് സീക്കും ഇടയിലുള്ള ഡെസേർട്ട് ആണ് ഇത് സൗദി അറേബ്യ. പിന്നെ ഇറ്റ് ഈസ് ബോർഡർഡ് ബൈ ജോർദൻ, ഇറാഖ്, കുവൈത്ത്, ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഒമാൻ എക്സെട്ര. ഇതൊക്കെയാണ് അതിന്റെ അതിർത്തികൾ. പിന്നെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത് ഏതിലൂടെയാണ്? സൗദി അറേബ്യയിലൂടെയാണ്. സൗദി അറേബ്യ അല്ലെ? ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസസ് ത്രൂ സൗദി അറേബ്യ. ഇത്രയും മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? മുഹമ്മദേ മനസ്സിലായോ ഇപ്പോ? മനസ്സിലായോ മോനെ? ഓക്കെ. നെക്സ്റ്റ് വൺ ലാൻഡ് സർഫേസ്. Listen. Most of Saudi Arabia is high mountainous along the Red Sea in the west. The land slopes gradually eastward to the Persian Gulf. The mountainous region rises from a narrow coastal plain. In many areas, the land is deeply eroded and uneven. East of the mountains lies the Najaf, a high central plateau where the surface is almost level. Most of the Saudi Arabia is high and mountainous. അതായത് സൗദി അറേബ്യയിൽ കൂടുതൽ എന്താണ്? ഹൈ ആയിട്ടുള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ മൗണ്ടൈനസ് ഏരിയ ആണ് അല്ലെ? മൗണ്ടൈനസ് ആണ്. along the Red Sea in the west. അതായത് പടിഞ്ഞാറ് വശത്തുള്ള റെഡ് സീ മുഴുവൻ എന്താണ്? മൗണ്ടൈനസ് ആണ്. സൗദി അറേബ്യയിലെ വെസ്റ്റ് ഭാഗത്തുള്ള റെഡ് സീ അതെന്താണ്? ഫുള്ളും മൗണ്ടൈനസ് ആണ്, നല്ല ഫ്ലാറ്റ് അല്ല, അവിടെ കൂടുതലും മൗണ്ടൈനസ് ആണ്. The land slopes gradually eastward to the Persian Gulf. അവിടുത്തെ ലാൻഡ് എങ്ങോട്ട് ചെരിഞ്ഞിരിക്കുന്നു? It slopes. The land slopes gradually eastward to the Persian Gulf. കിഴക്ക് മുതല് നമ്മുടെ പേർഷ്യൻ ഗൾഫിലേക്കാണ് അതിന്റെ അത് ഫുള്ള് സ്ലോപ്പ് ചെയ്തിരിക്കുന്നത്. Mountainous region rises from a narrow coastal plain. ഒരു നാരോ കോസ്റ്റൽ പ്ലെയിൻ മുതല് എന്ത് ചെയ്യുന്നത്? ഉയർന്നിരിക്കുന്നു അല്ലെ? മൗണ്ടൈനസ് ആണ്. In many areas, the land is deeply eroded and uneven. കുറേ സ്ഥലം എന്തല്ല? ഫ്ലാറ്റ് അല്ല അല്ലെ? Most of the areas are uneven and eroded. East of the mountains lies Najaf. അതായത് ഇതിന്റെ ഈ മൗണ്ടൈൻസ് ഈസ്റ്റ് ഓഫ് ദ മൗണ്ടെയിൻ, ഈ മൗണ്ടെയിന്റെ ഈസ്റ്റ് വശത്ത് എന്താണ്? ഏതാണ്? നജാഫ്, എ ഹൈ സെൻട്രൽ പ്ലാറ്റൂ വേർ ദ സർഫേസ് ഈസ് ഓൾമോസ്റ്റ് ലെവൽ. ഓക്കെ. റുവൈസേ ഓക്കെ. ഇത്രയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇത്ര ഒന്ന് വായിച്ചു നോക്കിയേ മക്കളെ, ഒന്ന് വായിച്ചു നോക്കിയേ. എളുപ്പമാണ് ഡെസേർട്ടിനെ കുറിച്ച് പഠിക്കാൻ. Josie, please read.
Okay, മക്കളെ ഫിനിഷ് അല്ലേ? ഫിനിഷ് അല്ലേ? Next paragraph. Next paragraph. In some places, there are long cliff-like hills bordering the plateau are three of Saudi Arabia's largest and most barren desert. Nafud in the north, Dahua in the east, and Rub al-Khali in the south. Rub al-Khali is an almost continuous body of sand. Along the Persian Gulf stretches the low-lying eastern province of Hazor. It is very rich in oil. കണ്ടോ നിങ്ങൾ 2-3 ഡെസേർട്ടിന്റെ പിക്ചർ കണ്ടോ? കണ്ടില്ലേ? Can you see? Yes. Okay. In some places, ചില സ്ഥലങ്ങളിലെ there are long cliff-like hills. അതായത് cliff-like hills, cliff പോലുള്ള hills കുന്നുകൾ ഉണ്ടാവാം. Bordering the plateau are 3. അതായത് 3 of സൗദി അറേബ്യ. സൗദി അറേബ്യയുടെ 3 ബോർഡറിംഗ് പറഞ്ഞിട്ടുണ്ട്. എന്താ? നഫൂദ് ഇൻ ദ നോർത്ത്. നോർത്തിൽ ഏതാണ്? നഫൂദ്. മനസ്സിലായോ? ബോർഡറിംഗ് പ്ലാറ്റ്യൂ ഓഫ് ബോർഡറിംഗ് ദ പ്ലാറ്റ്യൂ ഓഫ് 3 ഓഫ് സൗദി അറേബ്യ. സൗദി അറേബ്യയുടെ 3 ബോർഡറിംഗ് പ്ലാറ്റ്യൂ ആണ്. ഒന്ന് നോർത്തിലെ നഫൂദ് ഇൻ ദ നോർത്ത്, ദാഹുവ ഇൻ ദ ഈസ്റ്റ്, then Rub al-Khali in the south. അപ്പൊ സൗദി അറേബ്യ 3 ബോർഡർ പറഞ്ഞു. എന്താ? നോർത്തില് നഫൂദ്, പിന്നെ ഈസ്റ്റില് ദാഹുവ, പിന്നെ സൗത്തില് Rub al-Khali. Rub al-Khali in the south. Rub al-Khali is an almost continuous body of sand. അവിടെ കൂടുതൽ എന്താണ്? Rub al-Khaliയില് കൂടുതലും കണ്ടിന്യൂസ് ബോഡി ഓഫ് സാൻഡ്. അവിടെ എപ്പോഴും എന്താണ്? കൂടുതൽ സമയവും സാൻഡ് നല്ലോണം ഉള്ളതാണ്. പിന്നെ along the Persian Gulf stretches the low-lying eastern province of Hazor. അതായത് പേർഷ്യൻ ഗൾഫിൽ എന്ത് സ്ട്രെച്ച് ചെയ്യുന്നു? low-lying eastern province. അതായത് low-lying hills ആണ്, അല്ലെങ്കിൽ low-lying provinces ആണ്. താഴ്ന്ന low-lying, താഴ്ന്നു കിടക്കുന്നത്. പിന്നെ it is very rich in oil. ഈ റൂബ് അൽ-ഖലിയിലെ അവിടെ നമുക്ക് കൂടുതലായി അവിടെ എന്തുണ്ട്? ഓയിൽ ഉണ്ട്. മനസ്സിലായോ? ഒന്നുകൂടെ മിസ് പറയാം. അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ 3 ബോർഡറിംഗ് നമ്മൾ പറഞ്ഞു. നോർത്തില് നഫൂദ് ഈ ലൊക്കേറ്റഡ് ഇൻ ദ നോർത്ത്, then Dahua in the east, Rub al-Khali in the west. In the south. Okay. Then Rub al-Khali is almost continuous body of sand, and this is very rich in oil. ഇവിടെ കൂടുതൽ ഈ റൂബ് al-Khaliയിൽ കൂടുതൽ എന്തുണ്ട്? എന്തിന്റെ നിക്ഷേപം ഉണ്ട് അവിടെ? ഓയിൽ, എണ്ണ നിക്ഷേപം. എണ്ണയുടെ ഒരു സമ്പത്ത് എവിടെയുണ്ട്? റൂബ് al-Khaliയിൽ ഉണ്ട്. മറന്നു പോകരുത്. നമ്മൾ പറഞ്ഞത് ക്ലിഫ് ലൈക്ക് ഹിൽസ് ആണ് കൂടുതൽ സ്ഥലങ്ങളില്. അല്ലെ ബോർഡറിംഗ് ഓഫ് ദ പ്ലാറ്റ്യൂ ആർ 3 ഓഫ് സൗദി അറേബ്യ ആർ നഫൂദ് ഇൻ ദ നോർത്ത്, പിന്നെ നഫൂദ് ഇൻ ദ നോർത്ത്, ദാഹുവ ഇൻ ദ വെസ്റ്റ്, ദാഹുവ ഇൻ ദ ഈസ്റ്റ്, റൂബ് al-Khali ഇൻ ദ
സൗത്ത്. പിന്നെ റൂബ് അൽ ഖലീല് കൂടുതൽ എന്ത് നിക്ഷേപമാണ് ഉള്ളത് അവിടെ? ഓയിൽ അല്ലെ? ഓയില് കൂടുതലായി എവിടെ കാണപ്പെടുന്നുണ്ട്? റൂബ് അൽ ഖലീൽ കാണപ്പെടും അവിടെ. ഓക്കെ, അടുത്ത ഒരു പാരഗ്രാഫും കൂടി എടുക്കാട്ടോ. Saudi Arabia suffers from a severe lack of water. There are no lakes or rivers, only wild gullies called wadis which flow after the rains. Water is available only at an oasis. It is fertile place in a desert where underground water comes to the surface and helps plants and grass to grow. For centuries, oases have supported almost all of Saudi Arabia's population. Also important are deep underground sources of water in some parts of the country. സൗദി അറേബ്യ നോക്ക്. സൗദി അറേബ്യ സഫേഴ്സ്. അവിടെ എന്താണ്? സൗദി അറേബ്യയിൽ എപ്പോഴും എന്താണ്? വെള്ളമുണ്ടോ? ഇല്ല. സൗദി അറേബ്യ ഫേസിങ് ലാക്ക് ഓഫ് വാട്ടർ. വെള്ളത്തിന്റെ അഭാവം ഉള്ള സ്ഥലമാണ് ഇത് സൗദി അറേബ്യ. There are no lakes or rivers. അവിടെ എന്തില്ല? സൗദി അറേബ്യയിൽ എന്തില്ല? No lakes, തടാകങ്ങളില്ല. No rivers, നദികളില്ല. അതുകൊണ്ട് അവിടെ എപ്പോഴും they are facing lack of water. വെള്ളത്തിന്റെ ദാരിദ്ര്യം, വെള്ളം കുറവാണ് ഇവിടെ സൗദി അറേബ്യയിൽ. അവിടെ ലേക്സും റിവേഴ്സ് ഒന്നുമില്ല. Only wild gillies called wadis. അതായത് only wide gillies, വിശാലമായി കിടക്കുന്ന ഗില്ലീസ് മാത്രമേ അവിടെ കാണുള്ളൂ. അതിന്റെ പേരാണ് വാഡിസ്. Which flow after the rains. അതായത് മഴ പെയ്താൽ മാത്രം വെള്ളം ഒഴുകി വരുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയാ? വാഡിസ് എന്ന് പറയാ. വാഡിസ് എന്ന് പറഞ്ഞാല് മഴ പെയ്താൽ മാത്രമേ ഇവിടെ എന്തുണ്ടാവുള്ളൂ? വെള്ളം ഒഴുകുള്ളൂ. ഓക്കെ, മഴ പെയ്താൽ മാത്രമേ ആ വാഡിസിലൂടെ വെള്ളം പോവുള്ളൂ, വെള്ളം ഒഴുകി വരുള്ളൂ. ഇനി അവിടെ അവർ ഉപയോഗിക്കുന്നത് എന്താണെന്നറിയോ? വാട്ടർ ഈസ് അവൈലബിൾ ഓൺലി അറ്റ് ആൻ ഓസസ്. അത് ഓസസിലൂടെ മാത്രമേ അവർക്ക് വെള്ളം ലഭിക്കുള്ളൂ. സൗദി അറേബ്യ. നമ്മൾ ഓസസ് എന്താന്ന് പഠിച്ചല്ലേ കഴിഞ്ഞ ക്ലാസ്സില്? It is a fertile place in a desert where underground water comes to the surface and helps plants and grass to grow. അതായത് ഈ അണ്ടർഗ്രൗണ്ട് വാട്ടറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളം എന്തിനു സഹായിക്കും? ചെടികളും അതുപോലെ പുല്ലുകളൊക്കെ വളരാൻ സഹായിക്കും. For centuries, oases have supported almost of Saudi Arabia's population. Also important are deep underground sources of water in some parts of the country. അതായത് സൗദി അറേബ്യയിലെ വെള്ളത്തിന് ദാരിദ്ര്യമാണ്, വെള്ളം കുറവുള്ള ഏരിയ ആണ് സൗദി അറേബ്യ. അവിടെ എന്തില്ല? തടാകങ്ങളില്ല, നദികളില്ല, ഒന്നുമില്ല. അവര് ആശ്രയിക്കുന്നത് വാഡിസിനെയാണ്. എന്താ വാഡിസ് എന്ന് പറഞ്ഞാല്? മഴ പെയ്താൽ മാത്രം വെള്ളം ഒഴുകി വരുന്ന സ്ഥലം. യെസ്. പിന്നെ അവിടെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ഉണ്ട്. ഭൂമിയുടെ അടിയിൽ വരുന്ന വാട്ടർ. പിന്നെ ഓസസ് എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്താ ഓസസ് എന്ന് പറഞ്ഞാല്? എന്താ ഓസസ്? ഭൂമിയുടെ അടിയിൽ നിന്ന് മുകളിലേക്ക് വെള്ളം വരുന്നെന്ന് പറഞ്ഞില്ലേ? അതാണ് ഓസസ് അല്ലെ? ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ. അപ്പൊ ഓസസിനാണ് അവരെ കൂടുതലായും ആശ്രയിക്കുന്നത്. ഇപ്പൊ സൗദി അറേബ്യയിൽ വെള്ളം ഇല്ലാത്തതിന്റെ കാരണം എന്താ? അവിടെ നദികളില്ല, ലേക്സ് ഒന്നും ഇല്ല അല്ലെ? ഓക്കെ, ഇത്രയും വായിച്ചു നോക്കിയ മക്കളെ. ഇപ്പൊ സൗദി അറേബ്യയിലെ ജനങ്ങള് കൂടുതലും ആശ്രയിക്കുന്നത് ഓസസിനെയാണ്, അല്ലെങ്കിൽ വാഡീസിനെ. അവിടെ റിവേഴ്സും ലേക്സും ഒന്നും ഇല്ലാത്തത് കൊണ്ട് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് സൗദി അറേബ്യയിൽ. പൊതുവെ നമുക്കറിയാം ഡെസേർട്ടിൽ എന്തില്ല? വെള്ളം ഉണ്ടോ? ഇല്ല, ഡെസേർട്ടില് വെള്ളം ഇല്ല അല്ലെ? ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചാൽ ഇത്രേ നമ്മൾ പറയുന്നുള്ളൂ. സൗദി അറേബ്യ suffers severe lack of water because there is no lakes, there is no rivers there. പിന്നെ only wide gillies called wadis which flow water after the rain. മഴ പെയ്താല് അതിൽ വെള്ളം വരുന്ന സ്ഥലമാണ് ഏത്? വാഡീസ് അല്ലെ? വാട്ടർ ഈസ് അവൈലബിൾ only at an oasis. അവർക്ക് ഇതിലൂടെ മാത്രമേ വെള്ളം കിട്ടുള്ളൂ, ഓസസിലൂടെ മാത്രമേ അവർക്ക് വെള്ളം കിട്ടുള്ളൂ. സൗദി അറേബ്യയിലെ ജനങ്ങൾക്ക് വെള്ളം കിട്ടുന്നത് ഓസസിൽ നിന്നാണ്. ഓക്കെ, യെസ്. പിന്നെ അണ്ടർഗ്രൗണ്ട് വാട്ടർ പുറത്തേക്ക് വരും അല്ലെ? അതൊക്കെ എന്താ പറയാ? പ്ലാന്റ്സും അതുപോലെ അവിടുത്തെ ഗ്രാസ് ഒക്കെ വളരുന്നത് ഈ വെള്ളം സഹായിക്കും. ഇപ്പൊ സൗദി അറേബ്യയിൽ ആൾക്കാർ വെള്ളത്തിന് ആശ്രയിക്കുന്നത്
ഓസിസിനെയാണ്, മറക്കരുത്. പിന്നെ വാഡിസ് ഉണ്ട്. വാഡിസ് എന്താ, മഴ പെയ്താൽ മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ അല്ലെ. വാഡിസിന് മഴ പെയ്താൽ മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ. അവരെപ്പോഴും ആശ്രയിക്കുന്ന ഓസിസിനെയാണ്. എന്താ അവിടുത്തെ ക്ലൈമറ്റ് എന്താന്ന് മിസ് പറയാൻ നോക്ക്. The climate of Saudi Arabia is harsh. It is very hot during the day and cold at night. There is a great difference between the day and night temperatures. Sandstorms are common in Saudi Arabia. സൗദി അറേബ്യയിലെ കാലാവസ്ഥ എന്ന് പറയുന്നതാണ്, during the daytime it is very hot. It is very hot during daytime. It is very cold during night time. പകലായി കഴിഞ്ഞാല്, പകൽ സമയത്ത് നല്ല ചൂടും രാത്രി ടൈമിൽ നല്ല തണുപ്പുമാണ് ഇവിടെ സൗദി അറേബ്യയില്. മനസ്സിലായോ? very hot during the daytime and very cold during night time. Okay, there is great difference അല്ലെ. very great difference between day and night. ഡേയും നൈറ്റും തമ്മിൽ നല്ലൊരു ഊഷ്മാവിൽ വളരെയധികം വ്യത്യാസമുണ്ട്. കാരണം പകല് മുഴുവൻ ചൂടാണ് അവിടെ, രാത്രി ആയി കഴിഞ്ഞാലോ സഹിക്കാൻ പറ്റാത്ത തണുപ്പും. ഇനി സാൻഡ് സ്റ്റോംസ് എന്താ, മണൽക്കാറ്റ് ആർ കോമൺ. സാൻഡ് സ്റ്റോംസ് ആർ കോമൺ ഇൻ സൗദി അറേബ്യ. സൗദി അറേബ്യയിൽ എന്തുണ്ടാവും, മണൽക്കാറ്റുണ്ട്, നല്ല കാറ്റ് അല്ലെ. കാറ്റ്, മണൽക്കാറ്റ് കോമൺ ആണ് അവിടെ. സാധാരണയായി കാണുന്നതാണ് എന്ത്, സാൻഡ് സ്റ്റോംസ്. The climate of Saudi Arabia is harsh. Harsh climate ആണ് സൗദി അറേബ്യയിലെ. During the daytime it is very hot. During the night time it is very cold. There is very high difference between day and night. Temperature is very difference. Temperature is difference from day and night. Then sandstorms are common in Saudi Arabia. മണൽക്കാറ്റ്, പൊടിക്കാറ്റ്. പൈസ നോക്ക്. Okay, Hannah. Hannah have finished. Okay. Muhammad K also finished. Edwin. Okay, മക്കളെ എപ്പോ എന്ത് ചെയ്യണം? ഇന്ന് ഇത്രയും കുറച്ച് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള ലെസൺ ആണ്, അതുകൊണ്ട് കുറച്ച് സ്പീഡ് കൂടുതലുണ്ട് അല്ലേ? മിസ് പെട്ടെന്ന് എടുത്തു പോയി, കാരണം നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. ഡെസേർട്ടിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം, വായിച്ചാൽ മനസ്സിലാവുന്ന അത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞത് സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയിൽ വെള്ളം കുറവാണ്. അതെവിടെയാണ്? പിന്നെ നമ്മൾ പറഞ്ഞെന്താ, അവിടെ ഓസിസിനെയാണ് അവരെ ആശ്രയിക്കുന്നത്. അവിടെ ലേക്സ് ഇല്ല, റിവേഴ്സ് ഇല്ല. അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് രാത്രി തണുപ്പും പകല് ചൂടുമാണ്. അവിടെ സാൻഡ് സ്റ്റോംസ് പൊതുവായി കാണപ്പെടുന്നുണ്ട്, പൊടിക്കാറ്റ്. ഓക്കെ, ബാക്കിയുള്ളൊക്കെ മക്കൾ നന്നായി വായിക്കാം. വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, നന്നായി വായിക്കൂലേ? ഇത് വായിക്കുക. റീഡ് 3 times. After your reading, ask your parents to put the sign on it. Okay. Okay, bye bye. See you in the next class.